The crib. Okay. This crib in the ulle. See, the crib is covered with what? What is this? Michael English എന്താ പറയാ? Trio. Michael എന്താ പറയാ? അറിയോ? എന്താ പറയാ Michael? ആർക്കറിയാം? അതാ എന്റെ മോൻ കണ്ടത് ഇങ്ങനെ താഴ്ന്നിരിക്കണോ? What do you call? Michael എന്താ പറയാ? Straw. Michael എന്താ പറയാ? So this is the crib. ക്രിബിന്റെ മുകളിലൊക്കെ straw ആണ് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ മുകളിലൊക്കെ വൈക്കോലാണ് വെച്ചിരിക്കുന്നത്. ആണോ? വൈക്കോൽ വെക്കാറുണ്ടോ? ഇല്ല, വൈക്കോൽ നമ്മുടെ സാധാരണ തൊഴുത്തിലാണ് കാണുന്നത് അല്ലേ? തൊഴുത്ത് പോലെ എന്താണ്? പാലിക്കുന്ന സ്ഥലം. തൊഴുത്ത് പോലെ പാലിക്കുന്ന സ്ഥലമോ? ഓക്കെ. തൊഴുത്തില് ഏത് മൃഗങ്ങളെയാണ് കെട്ടിവെക്കണത്? അല്ലേ? So cow gives us milk, right? So ഈ ഒരു തൊഴുത്തില് കൗഷഡ്, അതുപോലെ ഒരു കൗഷഡില് കുറേ ഗോഡ്സ് ഉണ്ട്. Can you see? കണ്ടോ? അടുത്ത് വന്ന് നിങ്ങളൊക്കെ കണ്ടോ? ഇല്ല അല്ലേ? കുറച്ചു നേരം ഒന്ന് ടീച്ചേഴ്സ് കാണിച്ചു തരും കേട്ടോ. ആ ഒരു തൊഴുത്തിന്റെ ഉള്ളില് there were goats. എന്താണ് ഗോഡ്സ് പോലെ? എന്താണ്? ആട്ടുംകുട്ടികൾ അല്ലേ? അപ്പൊ ഈ ആട്ടടയന്മാർ അറിയോ? ഈ മേയ്ക്കാൻ കൊണ്ടുപോവില്ലേ? ആടിനെയൊക്കെ മേയ്ക്കാൻ കൊണ്ടുപോവില്ലേ? അവരെയാണ് ആട്ടടയൻ പറയുന്നത്. ഓക്കെ. ഷെപ്പേർഡ്. ഇംഗ്ലീഷ് എന്താ പറയാ? ഷെപ്പേർഡ്. അവരുടെ ജോലി എന്താണ്? ഈ ആടുകളൊക്കെ ഇങ്ങനെ മേയ്ക്കാൻ കൊണ്ടുപോകും. ഇപ്പൊ ആടുകളൊക്കെ താമസിക്കുന്ന ഒരു തൊഴുത്താണ് ഇത്. ഓക്കെ. കുറേ ആടുകളും ചെമ്മരി ആട്, പിന്നെ ഒട്ടകം, കുറേ ഉണ്ട്. അപ്പൊ ഇരിക്കോ? നമ്മളുടെ ഈ ദൈവങ്ങളൊക്കെ ഇല്ലേ? എല്ലാ ദൈവങ്ങളും, ഏത് ദൈവങ്ങളെ എടുത്തു നോക്കിയാലും കൃഷ്ണനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കൃഷ്ണൻ, പിന്നെ നമ്മളുടെ ജീസസ്, നമ്മളുടെ അല്ലാഹ്, എല്ലാവരും ജനിച്ചത് ഒരു കൂടിന്റെ ഉള്ളിലാണ്. അപ്പൊ ഇതുപോലെ ഒരു തൊഴുത്തിലാണ് ലോർഡ് ജീസസ് ജനിച്ചത്. മനസ്സിലായോ? ആര് ജനിച്ചു? ജീസസ് is the God. ജീസസ് ഇതിന്റെ ഉള്ളിലാണ് ജനിച്ചത്. അപ്പോ ജീസസ് തൊഴുത്തില് ജീസസിന്റെ അമ്മ, അച്ഛൻ, പിന്നെ കുറെ ചെമ്മരി ആടുകള്, ആട്ടിൻകുട്ടികള്, ആട്ടടന്മാര്, ഒട്ടകം, എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ ആ കുഞ്ഞിനെ നോക്കി. എന്തറിയോ? ആ കുഞ്ഞ് സാധാരണ മനുഷ്യക്കുഞ്ഞായിരുന്നില്ല, അത് ദൈവമല്ലേ. ഒരു പ്രകാശം, ഈ തോട്ടിനുള്ളിൽ മൊത്തം ഇരുട്ടായിരുന്നു, പക്ഷെ ആ കുട്ടി ജനിച്ചത് ഫുൾ ലൈറ്റ് വന്നു. എന്തുകൊണ്ടാ? അത് ദൈവമായതുകൊണ്ട്. അപ്പൊ എല്ലാവരും ഓടി വന്നു നോക്കാൻ. അയ്യോ, ഇതാ എന്തൊരു അത്ഭുത കുട്ടി, അത്ഭുത കുട്ടി. ഇങ്ങനെ ഒരു തുണിയില് ഉള്ളില് ഒരു തുണി ഇങ്ങനെ കുഞ്ഞു കുട്ടി. നിങ്ങളെല്ലാവരും അങ്ങനെ, നിങ്ങളല്ല, ഞങ്ങളെല്ലാവരും, നമ്മളൊക്കെ ഇങ്ങനെ കുഞ്ഞു കുട്ടിയായിട്ടാ ജനിക്കുന്നത്. എന്നിട്ടാണ് വളർന്ന് 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 എങ്ങനത്തെ കുട്ടികളായിട്ട് വളരണു? നല്ല കുട്ടികളായിട്ട് വളരുന്നുണ്ടോ? നല്ല കുട്ടികളായിട്ട് വളരുന്നുണ്ടാ. സോ ഇങ്ങനെ ഈ ജീസസിന്റെ ഒരു ബർത്ത്ഡേ ആണ് എന്ന് 30 ഏത് ഡേറ്റിലാ വരുന്നത്? December 17.
കണ്ടോ? 25th ഡിസംബറിനാണ് ലോർഡ് ജീസസിന്റെ ബർത്ത്ഡേ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ കൊണ്ടാടുന്നത്. അപ്പൊ ഈ ഓണം പോലെ തന്നെ ഓണം, ഈദ്, ക്രിസ്മസ്, അതൊന്നും മതഭേദമൊന്നുമില്ല, എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യും. Everybody celebrates Christmas, everybody celebrates Onam, everybody celebrates Eid. Okay, so on 25th we are going to celebrate Christmas. Okay, but നാളെ നമ്മുടെ സ്കൂളിന്റെ ലാസ്റ്റ് ഡേ അല്ലേ? എല്ലാവരും അവരവരുടെ വീട്ടിലായിരിക്കും ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യണം. നമ്മൾ ഒന്നിച്ചുണ്ടാവില്ലല്ലോ അല്ലേ? ഇന്നാണ് എല്ലാവരും ഒന്നിച്ചിരിക്കുന്നത്. നാളെ ഉണ്ടാവും എല്ലാവരും. പക്ഷെ നാളെ എല്ലാവരും നാളെ എന്താണ് സ്കൂളില്? എക്സിബിഷൻ. പിന്നെന്തുണ്ട്? നിങ്ങളുടെ ആരൊക്കെ അമ്മമാർ കുക്കറി ഷോന് വരാൻ പോണ്? കൈവന്നിക്കോ? കൊറേ കുട്ടികളില്ല. വെരി ബാഡ്. ഓക്കെ, അപ്പോ നാളെ എക്സിബിഷനും കുക്കറിയും. നാളെ എക്സിബിഷൻ കാണാൻ വരുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളൊക്കെ വിഷ് ചെയ്യണം. അത് പല കാര്യം. എക്സിബിഷൻ കാണാൻ വരുമ്പോ എന്ത് ചെയ്യണം? എന്താ പറയൂ? What will you do when you come to see the exhibition? When you see the exhibition, you can see so many beautiful things and all. So what will you do? You have to buy them. So you have to tell your parents ita. Akka medikkanattu exhibition ku vannittu medikilla saanangalokka paisa koduttu medikkane. Appo school like paisa varullo. Okay? Oh, now we are going to celebrate. അപ്പൊ ഈ ക്രിസ്മസിന് ഈ ക്രിസ്ത്യൻസ് ഒക്കെ ഉണ്ടല്ലോ, പള്ളിക്ക് പോകും അല്ലേ? പള്ളിയില് 24-ാം തീയതി രാത്രി ഒരു 12 മണിക്കാണ് ജനിച്ചത്. അതുകൊണ്ടാണ് 25-ാം തീയതി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. രാത്രി 12 മണി ആയിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസമല്ലേ അല്ലേ? അപ്പോ രാത്രി 12 ശ്രീകൃഷ്ണൻ ജനിച്ചത് രാത്രി 12 മണിക്ക്, ജീസസ് ജനിച്ചത് രാത്രി 12 മണിക്ക്, മുഹമ്മദ് ജനിച്ചത് രാത്രി 12 മണിക്ക്. എല്ലാ ദൈവങ്ങളും ഒന്നാണ്. മനസ്സിലായോ? നിങ്ങൾ ഇത്രയും കുട്ടികൾ ഇരിക്കുന്നുണ്ടല്ലേ? നിങ്ങളുടെ പേര് മാത്രമേ വ്യത്യാസമുള്ളൂ, പക്ഷെ എല്ലാവരും കുട്ടികളല്ലേ? ആണോ അല്ലയോ? ആരുമില്ലേ? കരുകൾ ആരും ഇല്ലല്ലോ. ആനകളുണ്ടോ? ആനകള് ആരാ? ആനയുണ്ടോ ഇവിടെ? അപ്പൊ നിങ്ങളൊക്കെ ആരാണ്? കുട്ടികൾ. നിങ്ങളുടെ എല്ലാവർക്കും ഒരേ പേരാണോ? എല്ലാവർക്കും വേറെ വേറെ പേരുണ്ടല്ലോ, പക്ഷെ എല്ലാവരും കുട്ടികളല്ലേ? അതുപോലെ തന്നെ എല്ലാ ദൈവങ്ങളും ഒന്നാണ്, പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. മനസ്സിലായോ? കുറച്ചുപേർ അമ്പലത്തേക്ക് പോകുന്നു, കുറച്ചുപേർ പള്ളിയിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ്. എല്ലാ ദൈവങ്ങളും എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? സ്നേഹത്തോടെ ഇരിക്കുക, നമ്മളുടെ ജോലിയൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക, കള്ളത്തനം ചെയ്യരുത്, നുണ പറയരുത്. ഇതൊക്കെയല്ലേ ദൈവം പഠിപ്പിക്കണത് നമ്മള്? അപ്പൊ നിങ്ങളുടെ ഈ ദൈവം ഉണ്ടല്ലോ, നമ്മളുടെ മുമ്പിൽ ജീസസ് വന്ന് നിൽക്കുവോ? ഇങ്ങനെ കൃഷ്ണൻ വന്ന് ഇങ്ങനെ നിൽക്കുവോ? ആരും വന്ന് നിൽക്കില്ല. പക്ഷെ അവരൊക്കെ ഉണ്ട് ഇവിടെ, അവരെല്ലാം ഇവിടെ ഉണ്ട്. നമുക്ക് കണ്ണിൽ കാണുന്നില്ല എന്നേ ഉള്ളൂ. എന്തുവരെയാ കാണാത്തത്? എന്തുകൊണ്ടാ കാണാത്തത്? നമ്മള് സത്യമായിട്ട് ഇരിക്കണം, അപ്പൊ നമ്മുടെ കണ്ണിൽ കാണും. അപ്പൊ നിങ്ങളുടെ കണ്ണില് എങ്ങനെയാണ് ദൈവം വരുന്നത്? അമ്മയായിട്ട്, അച്ഛനായിട്ട്, ടീച്ചേഴ്സായിട്ട്, ഇവരൊക്കെ നിങ്ങളുടെ ദൈവങ്ങളാണ്. മനസ്സിലായോ? നിങ്ങൾ ഓരോരോ ടീച്ചേഴ്സിന്റെ ഉള്ളിലും ദൈവമുണ്ട്, നിങ്ങളുടെ ഉള്ളിലും ദൈവമുണ്ട്.
മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നന്നായിട്ട് സന്തോഷത്തോടെ നന്നായി പഠിച്ച് നല്ല കുട്ടികളായി വളർന്നു വരണം. ഓക്കെ? അപ്പൊ ഈ ക്രിസ്ത്യൻസ് ഒക്കെ പള്ളിക്ക് രാത്രി ഹലോ അപ്പൊ രാത്രി എല്ലാവരും പള്ളിക്ക് പോകും. ക്രിസ്ത്യൻസ് ഒക്കെ നല്ല പുതിയ ഉടുപ്പൊക്കെ ഇട്ട് അന്ന് രാത്രി സ്പെഷ്യൽ പ്രെയറാണ്. എന്നിട്ട് അവർ കുറേ പാട്ടുകളൊക്കെ പാടും. ആ പാട്ടുകളെയാണ് കാരോൾസ് പറയുന്നത്. ഈ രാത്രി ഇപ്പൊ പോയ ആഴ്ചയൊക്കെ കുറെ ഡ്രംസ് ഒക്കെ കൊട്ടിയിട്ട് കേട്ടോ? നിങ്ങളുടെ അയൽവാസത്തൊന്നും പോയില്ല? ഈ പള്ളിയിൽ നിന്ന് കുറേ കുട്ടികൾ ഡ്രമ്മൊക്കെ അടിച്ച് എല്ലാ വീട്ടിലും പോയിട്ട് അവർക്ക് പൈസ കൊടുക്കും. എല്ലാവരും അത് സെലിബ്രേറ്റ് ചെയ്യും. അതിനോട് കാരൽസ് പോവും. രാത്രി കുറേ പാട്ടുകളൊക്കെ സ്തുതികളൊക്കെ പാടും ജീസസിനെ കുറിച്ച്. ആൻഡ് ക്രിസ്മസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? എന്താണ്? ഞാനോ സാന്റാക്ലോസ്. അത് മാത്രം മതിയോ? പിന്നെ എന്താണ്? കേക്ക് മുറിക്കല്ലേ? അപ്പോ നമ്മൾ ഈ പ്രാവശ്യം കേക്ക് വരും. കുഞ്ഞു കുട്ടികൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ. എന്തുകൊണ്ടറിയാം? അവർ മാത്രമല്ല മിടുക്കാൻ കുട്ടികൾ. LKG UKG ക്ലാപ്പ് ചെയ്യൂ. ഏട്ടന്മാർക്കൊക്കെ കൊടുക്കണോ കേക്ക്? ഏട്ടന്മാർക്ക് കേക്ക് കൊടുക്കണോ? വേണ്ട അല്ലേ? കുടുംബം കാണിക്കുന്നു അവരൊക്കെ. വേണോ? അപ്പൊ ഈ പ്രാവശ്യം നമ്മള് ചെയ്യാൻ പോകണം. 4 കേക്കാണ് വിളിക്കാൻ പോകണം. എത്ര കേക്ക്? 4 കേക്ക്. ഒരു കേക്ക് ശ്രദ്ധിക്കും. ഒരു കേക്ക് മുഴുവനും ലക്ഷ്മി മിസ്സാണ്. ഒരു കേക്ക് LKG UKG കുട്ടികൾ. ഓക്കെ? ഒരു കേക്ക് ടീച്ചേഴ്സ്. പിന്നെ ഒരു കേക്ക് രാധാ മിസ്, സുജാത മിസ്, രാജി മിസ്. 4 കേക്ക് തീർന്നില്ലേ? ഇങ്ങനെയാണ് ഈ പ്രാവശ്യം കേക്ക് മുറിക്കാൻ പോകുന്നത്. അങ്ങനെ മുറിക്കാം കേക്ക്. അവർക്ക് വേണ്ട എത്ര കേക്ക്? അവര് പറഞ്ഞേയില്ല. അയ്യോ മേ ഞങ്ങൾക്കോ ചോദിച്ചേയില്ല. അപ്പൊ അവർക്ക് കേക്ക് വേണ്ട. You didn't ask, no? Did you ask? Maybe why no cake for us? You didn't ask, so no cake. I will give cake for 3rd standard because I like one boy there in that class 3. അതെല്ലാം അറിയല്ലേ? ആൽവിസ്. എന്താ ആൽവിസ്? എനിക്ക് എന്നെ ഇഷ്ടമല്ല. അപ്പൊ നിന്റെ ക്ലാസ്സിലേക്ക് ഞാൻ തരും കേക്ക്. നീ ഉണ്ടല്ലോ ക്ലാസ് 3-ല്. നീ ക്ലാസ് 3-ലല്ലേ? അപ്പൊ എനിക്ക് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് കേക്ക് തരാം. ആൽവിസ് ഏത് ക്ലാസ്സിലുണ്ടോ അവിടെ ഞാൻ കേക്ക് കൊടുക്കും. അപ്പൊ 3rd. പിന്നെ അവിടെ ഒന്നും നോ കേക്ക്. ബോയ്ക്കോട്ട്. വൈ മിസ്സോ? വാട്ട് വൈ മിസ്? ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഒന്നും പഠിക്കുന്നില്ല അല്ലേ? സ്കൂളിലേക്ക് എന്തിനാ വരുന്നേ? നോക്കൂ, ഈ കുട്ടികൾക്ക് അതൊക്കെ അറിയാം. സ്കൂളിലേക്ക് എന്തിനാ വരുന്നത് സ്കൂളിലേക്ക്? അപ്പൊ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കേക്ക് കൊടുക്കാം അല്ലേ നമുക്ക്? ഓക്കെ. ഇത് ഏത് വർഷമാണ്? ഡിസംബറോ? ഈ വർഷം 2024. ഇനി എത്ര ദിവസമുണ്ട് 2024 കഴിയാൻ? മാക്സിമം എക്സ്പേർട്ട് ആണല്ലോ. എത്ര? ഇനി 7 ഡേയ്സേ ഉള്ളൂ. 11 ഡേയ്സേ ഉള്ളൂ. 10 ഡേയ്സേ ഉള്ളൂ. എത്ര ഡേയ്സ് ഉണ്ട്? Say confidently. How many days? 11 days remaining for this year to go. So we are going to say bye bye to 2024. ഇനി ആരാ വരാൻ പോണേ?
മേടിക്കണേ. Okay, so tomorrow we have got the exhibition. Tomorrow no school auto will come. You have to come with your parents. നിർബന്ധമായിട്ട് കൂട്ടിക്കൊണ്ടുവരണം എക്സിബിഷൻ കാണാനും കുക്കറി ഷോയ്ക്ക്. Okay, and then the school reopens on 13th. ഏത് 13th? January 13th. December 30th. The school reopened on December 30th. Okay. So 30th, 31st we will be in the school. അപ്പോൾ 31st വീണ്ടും നമുക്ക് തമ്മിൽ എന്താ വിഷയമുണ്ട്? Happy New Year. 1st തീയതി we will be all in the school. Okay. So we will be wishing ourselves a very happy New Year. Okay. So today എന്താ ഒരു സന്തോഷം ഇതിനെ പിടിച്ച് വിളിച്ചിരിക്കാൻ. ഹലോ, എന്തിനാ ഇത് പിടിച്ച് വിളിച്ചിരിക്കുന്നത്? അപ്പൊ ഊരി പോകും. Okay. So now we are going to, now before that, see, after all this celebrations are over, I want all of you to go back to your class, especially the higher classes. Don't trouble the teachers. Today we don't have the main two teachers are not there today. Arkillanna. Minimum Miss and Chitra Miss is not there. So only Bhagya Miss and Anisha Miss, they are there. Vejida Miss, Parvati Miss. So help them nicely to arrange everything. I'll be here only. Don't take, I'll be down. I'll be seeing what you people are doing. Okay, so now the cake cutting. Chaya? Ready? Okay, so yeah. Brandon. Ada aru varu cake cutting. See, when the Santa Claus comes, which song you have to sing? Jingle bells. Actually, that's a reindeer. Or a deer where you find where there is a lot of snow and open sleigh.
വണ്ടിയിലാണ് വരുന്നത്. അത് ഓപ്പൺ ആയിട്ടുള്ള വണ്ടിയിൽ. അതുകൊണ്ടാണ് എല്ലാവർക്കും സാന്റാക്ലോസിനെ കാണാൻ കിട്ടുന്നത്. അതാണ് പറയണത്. ഈ ലൈനിന്റെ അർത്ഥം അതാണ്. ഓക്കെ, സോ ലെറ്റ് us sing that again. Jingle bells, jingle bells. Over the field they go, laughing all the way. Bells on bobtails ring, making spirits bright. Walk on into ride and jingle bells, oh, jingle bells, jingle bells, jingle all the way. Teachers, very bad. You all got chocolate? Yay! I have got chocolate. I will give this chocolate to my favorite children. My favorite children are there in this school. Aarakkiyana my favorite? Alice, come. Give a clap to Alice. You know why Alice is my favorite student? ഞാൻ അവന്റെ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോലും പോവാറില്ല. Then why I like Alice? ഞാൻ അവന്റെ ക്ലാസ്സിൽ പഠിപ്പിക്കാറൊന്നും പോവാറില്ലല്ലോ. Then why I like him so much? New student. See his face. അവന്റെ മുഖത്ത് എപ്പോഴും എന്തുണ്ട്? He is always smiling. എപ്പോഴും സ്മൈലിംഗ് ഫേസ്. എപ്പോ കണ്ടാലും സ്മൈലിംഗ് ആയിട്ട് he will wish. Always everybody likes a smile. Because he has got a smiling face. Now he will say why he likes me. ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണേ. വൺ സൈഡ് ഇഷ്ടം കണക്കായേ അറിയില്ല. ഓക്കെ, പല വൺ സൈഡ് ഇഷ്ടമുണ്ട് ഇവിടെ. ഞാൻ ഒന്നും കണക്കാക്കില്ല. അപ്പൊ അതാ, അപ്പൊ അവന് എന്തുകൊണ്ട് എന്നെ ഇഷ്ടം? സെൽഫ് ലൗഡ്ലി. അവന് എന്തുകൊണ്ടാ എന്നെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും ഇവിടെ കയറി വരുന്നോ, അല്ലെങ്കിൽ ഞാൻ അവന് കയറി വരുമ്പോ അങ്ങോട്ട് പോകുമ്പോഴേ ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ അവനെ കാണുമ്പോൾ ഇങ്ങനെ ചെയ്യും. അതുകൊണ്ടാണ് അവന് ഇഷ്ടം. ഞാൻ അവനെ കെട്ടിപ്പിടിക്കും കാണുമ്പോ. That is why he likes me. അല്ലേ? So give him a big clap. There is two more favorite children. എനിക്ക് ഇഷ്ടമുള്ള രണ്ട് കുട്ടികൾ.
അതാരാന്ന് അറിയോ? ഒന്ന് പ്രകീർത്ത്. എവിടെ പ്രകീർത്ത്? I like him. Okay, go. Give him a big clap. എനിക്ക് ഒരാളെ കൂടി ഇഷ്ടമാണ് ഇവിടെ. ഒരാളെ കൂടി എനിക്ക് ഇഷ്ടമാണ്. അതാരറിയോ? പറയട്ടെ. യാമി. വെരി യാമി. വന്നിട്ടില്ല? ഇതാ കള്ളി ഇവിടെ ഇരിക്കണോ? Give her a big clap. എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും. മോന്നപ്പം ഇവിടെ ചിരിച്ചു ഒരേ സ്മൈലി. ഓക്കെ ഓക്കെ. നമുക്കിനി അടുത്ത ചടങ്ങിലേക്ക് കടക്കാം. എന്താണ്? കേക്ക് കട്ട് ചെയ്യാം. So first you go and change. Dara. Okay. Hello. You also have to sing up. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas and a Happy New Year. And a Happy New Year. And a Happy New Year. We wish you a Merry Christmas and a Happy New Year. Give a very, very piece of cake. Radha Mr. Karuna. Okay. Yes, Miss Kuku. Are you ready? Are you ready? Radhika? Hold. Ready? അയ്യോ മതി മതി. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas and a Happy New Year. And a Happy New Year. And a Happy New Year. ബാക്കിയൊക്കെ രാധാ മിസ്സുകാര് go. Come. Stand on both the sides. Come. Ready? We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas and a Happy New Year. And a Happy New Year. And a Happy New Year. We wish you a Merry Christmas and a Happy New Year. Give yourself a big clap. Okay, rest of you all go there. Radha Miss photo. Parvati. Go. Take photo. ഞാൻ 3
ചോദിച്ചില്ലേ? ഇനി ഈ ചേട്ടന്മാർക്ക് എവിടെ നിന്ന് കേക്ക്? അവർ കേക്ക് വേണം പറയുന്നു. കേക്ക് ഇവർക്കൊന്നും എന്നെ ഇഷ്ടമല്ല, എനിക്കൊന്നും ഇവരെ ഇഷ്ടമല്ല. ഇവർക്കൊന്നും എന്നെ ഇഷ്ടമല്ല. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? എന്നെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇവ കേക്കിന് വേണ്ടിയാണ് എന്തായാലും കേക്കില്ല. അപ്പൊ നമുക്ക് ഒരു ബിസ്ക്കറ്റ് കട്ട് ചെയ്യാം. ക്രീം ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് കട്ട് ചെയ്യാം. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ട്, അത് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാം അല്ലേ? സത്യമായിട്ട് ക്ലോസ് ചെയ്താൽ ബിസ്ക്കറ്റ് വരുമ്പോ ഓൾറെഡി ക്ലോസ് ചെയ്യാൻ ബിസ്ക്കറ്റ് പാക്കറ്റില്ല. കള്ളത്തനം കാണിക്കണം. ആ ബിസ്ക്കറ്റ് പാക്കറ്റ് എടുത്തിട്ട് വരും. എടുത്തിട്ട് വന്നോ വേഗം വരും. വെയിറ്റ് ചെയ്യാം. ഇവര് കണ്ണടച്ച് നിൽക്കുകയാണ്. കൊണ്ടുവരും കണ്ണു തുറന്നോ ആ ബിസ്ക്കറ്റ് പാക്കറ്റൊക്കെ തിരിച്ചു കൊണ്ടുപോകും. വേഗം വരും. ഒറ്റ വീട്ടിൽ പോയിട്ടാണ് ബിസ്ക്കറ്റ് പാക്കറ്റ് എടുത്തിട്ട് വരാൻ. ആ തുറന്നിടോ തുറന്നോ. ആ അതെ, നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടമല്ലെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ആ ഇതെല്ലാം കൂടി ഉണ്ടി അങ്ങോട്ടാ. Okay, are you ready? What do you think? Class 6 and 5 go back. Class 6 and class 5 go back. Class 6 and class 5 go back. Only class 7 will wait here. Are you ready? ആരുടെ കയ്യിൽ എന്റെ ഒരു സാധനം തന്നു വിട്ടിട്ടുണ്ടല്ലോ. ഞാൻ എന്റെ കയ്യിൽ തരാത്തത് ഇമ്പോർട്ടന്റ്. Don't forget. Get it. Okay, ഭാഗ്യമേ കൊടുത്തു. Teachers, now Radha Ma'am, Rajiv, Radha Ma'am, give them a big clap. Radha Ma'am, clap out. ഈ കേക്കെല്ലാം ഞങ്ങളുടെ ടീച്ചർ ഇരുന്ന് കഴിച്ചു. ഇനി ആർക്കാർ കേക്ക് കൊടുക്കാത്തവരുണ്ടോ? എല്ലാവർക്കും കിട്ടിയോ?